ഒരു തള്ള കുട്ടിയെ പിടിച്ചു കൊണ്ടുവരുന്നു. നബിയെ, എൻ്റെ ഈ കുട്ടിക്ക് എന്തോ ഒരു റിപ്പോർട്ടിലുള്ളത് ജുനൂനുൻ, ഭ്രാന്ത് പിടിപെട്ടിട്ടുണ്ട് എന്നാണ്. വേറെ ചില റിപ്പോർട്ടിലുള്ളത് ഈ കുട്ടിക്ക് ഒരു ദിവസം പലതവണ ബോധരഹിതനായി വീഴുന്നുവെന്നാണ്. ചില റിപ്പോർട്ടുകളിൽ പിശാച് ബാധിച്ചിരിക്കുന്നു എന്നാണ് സ്ത്രീ പറഞ്ഞത് എന്നുമുണ്ട്. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ പറയാറുള്ള അത്തരം പ്രയോഗങ്ങൾ ആ സ്ത്രീ നടത്തി എന്നതല്ലാതെ ആ പെണ്ണിന് പോലും ജിന്ന് ബാധിച്ചതറിഞ്ഞു. അപ്പൊ നബിക്കും അറിയും, എല്ലാവർക്കും അറിയും, എനിക്കും അറിയും എന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്ന് ഒരു മനുഷ്യനെ ബാധിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ആർക്കും അറിയാൻ കഴിയുമെന്ന് വാദിച്ചു നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് തെറ്റാണ്, അങ്ങനെ അറിയാൻ കഴിയില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം. മഹാനായ അബൂ ഹുറൈറയെ റസൂലുള്ളാഹി സക്കാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ രാത്രിയുടെ അവസാന സമയത്ത് അദ്ദേഹം ഉറങ്ങിയപ്പോൾ അതാ ആ സക്കാത്തിന്റെ മുതൽ ആരോ മോഷ്ടിച്ചു പോയിരിക്കുന്നു. നേരം പുലർന്നു നോക്കുമ്പോ ഇത് മോഷ്ടിക്കപ്പെട്ടത് കണ്ടു. ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടില്ല, എങ്ങനെ മോഷ്ടിച്ചുവെന്ന് അറിഞ്ഞില്ല. നേരെ മറിച്ച് മോഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രം മനസ്സിലായി. പിറ്റേന്ന് ഞാൻ എന്തായിരുന്നാലും ആ കള്ളൻ ഇന്ന് വന്നാൽ അവനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറക്കമിളച്ചേയിരിക്കുകയാണ്. എന്നാൽ അതിനിടക്കൊന്ന് കണ്ണുമാളിയപ്പോ ആ മോഷ്ടാവ് അന്നും വന്നു കൊണ്ടുപോയി. റസൂലുള്ളാഹിനോട് അന്നും പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചല്ലോ നബിയെ. മൂന്നാമത്തെ ദിവസവും ആ മോഷ്ടാവ് വരുന്നതും നോക്കി അബൂ ഹുറൈറ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മോഷ്ടാവിനെ പൂർണ്ണമായി ഉറക്കമിളച്ചിരുന്നപ്പോൾ അബൂ ഹുറൈറ കണ്ടു പിടികൂടുന്നു. ആദ്യത്തെ 2 ദിവസവും കാണാൻ കഴിഞ്ഞില്ല, ആരെന്ന് പോലും അറിഞ്ഞില്ല. അവിടെ വന്നത് ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാച് തന്നെയാണ്. ആ പിശാച് അള്ളാഹുവിന്റെ റസൂലിനോ ഇതുപോലുള്ള സഹാബികൾക്കോ എല്ലാ സന്ദർഭത്തിലും നോക്കാനും കാണാനും അറിയാനും സാധിക്കുമെന്നല്ല. നേരെ മറിച്ച് അബൂ ഹുറൈറ, ഓ ഇന്നലെ ഇവിടെ ജിന്നായ പിശാച് വന്നിരുന്നു, അവനാണ് കട്ടുകൊണ്ടുപോയത് എന്നറിഞ്ഞില്ല. പിശാച് സ്വയം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനാണിത് മോഷ്ടിച്ചത് എന്ന് പറയുകയും എന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം, എന്നെ നീ ഉപദ്രവിക്കല്ലേ, വിട്, ഇനി ഞാൻ വരില്ലെന്ന് വന്ന ആ വ്യക്തി അതേ അബൂ ഹുറൈറയോട് പറയുകയും ചെയ്തപ്പോൾ ഈ സംഭവം റസൂലുള്ളാഹിയോട് ചെന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് റസൂലുള്ള പറയുന്നത്, സദഖക വഹുവ കദൂബ്, ശരിയാണ് ആ പറഞ്ഞത്, പക്ഷെ ഓൻ കള്ളനാണ്, ഓൻ നുണയനാണ്, പക്ഷെ നിന്നോട് ഈ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറക്ക് പോലും മനസ്സിലായില്ല, ഓ ഇവിടെ ഇന്നലെ ഒരു ജിന്ന് വന്നുപോയി, ഒരു ശൈത്താൻ വന്നുപോയി എന്ന്. അറിയുമായിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അറിയില്ലേ? രണ്ടാമത്തെ ദിവസവും വന്നു, മോഷ്ടിച്ചു പോയി. അബൂ ഹുറൈറക്ക് അറിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നിടത്ത് ഏതാനും ജിന്നുകൾ വന്നു. ആ പാരായണം കേട്ടു, കേട്ടതിൽ സ്വാധീനിക്കപ്പെട്ടു. എന്നിട്ടവർ വിശ്വാസികളായി. അവിടെ വെച്ചവർ സംസാരിച്ചു. അത് കഴിഞ്ഞവർ തിരിച്ചുപോയി. നബി അവരെ കണ്ടതേയില്ല, അവരുടെ സംസാരം നബി കേട്ടതേയില്ല. അവർ നബിയെ കണ്ടു, നബിയുടെ ഓത്ത് കേട്ടു, പക്ഷേ നബി അങ്ങോട്ട് കണ്ടില്ല. നബി അവരുടെ സംസാരം കേട്ടതേയില്ല. അവരങ്ങ് തിരിച്ചുപോയി. അതാ വരുന്നു അല്ലാഹുവിങ്കിൽ നിന്നുള്ള വഹ്യ്. ഖുർആനിലെ സൂറത്തുൽ ജിൻ എന്ന അധ്യായം, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി, പറയൂ പ്രവാചക, എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട്, ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയും ഞങ്ങൾ അത്ഭുതകരമായ ഖുർആൻ കേട്ടുവെന്ന് പറയുകയും അതിലവർ വിശ്വസിക്കുകയും ചെയ്തുവെന്ന വിവരം എനിക്ക് അല്ലാഹു വഹി മുഖേന അറിയിച്ചു തന്നുവെന്ന് പറ എന്ന് അല്ലാഹു നബിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴാണ് നബി കാര്യം അറിയുന്നത്. നബിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുഅ്ജിസത്ത് എന്നുള്ള നിലക്ക് പ്രത്യേക സന്ദർഭത്തിൽ നബിയുടെ അടുക്കല് ഇതുപോലെ മലക്കുകളും ഇതുപോലെ ജിന്നുകളും വരികയും നബി കാണുകയും ചെയ്തിട്ടില്ലെന്നല്ല. ഒരിക്കൽ നബിയും സഹാബത്തും ഇരിക്കുകയാണ്. അതാ ഒരാൾ കടന്നു വരുന്നു. വെള്ള വസ്ത്രമാണ് ധരിച്ചത്, പാറിപ്പറന്ന മുടിയാണ്. നബിയുടെ അടുക്കൽ സലാം പറഞ്ഞ്